അസ്സലാമു ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷജീസ് റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കവർ ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ചോക്ലേറ്റിൽ വാനില ഫ്ലേവറോ ചോക്ലേറ്റ് ഫ്ലേവറോ ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ 2 കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കവർ ആരോറൂട്ട് ബിസ്ക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓറിയോയ്ക്ക് പകരം വേറെ ഏതെങ്കിലും ബിസ്ക്കറ്റാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഓറിയോ ബിസ്ക്കറ്റിൽ നിന്ന് ഒരു 4-5 ബിസ്ക്കറ്റ് മാറ്റിയിട്ട് ബാക്കിയുള്ള ബിസ്ക്കറ്റ് നമുക്ക് ഈ സിപ്ലോ കവറിലിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ എന്താ ബിസ്ക്കറ്റൊക്കെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു രൂപത്തിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ. നല്ലതുപോലെ പൊടിയേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കും പോലെ നമ്മൾ പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ പുഡിംഗ് ട്രേയിലോട്ട് ഇട്ട് കൊടുക്കുക. പുഡിംഗ് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടണം, അങ്ങനത്തെ ഒരു പരുവത്തിലാണ് ഇത് നമ്മൾ പൊടിച്ചെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിടണ്ട, കുറേശ്ശെ ഇട്ട് നമ്മൾ പുഡിംഗ് ട്രേയിലോട്ടിട്ട് നിരത്തി സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ പുഡിംഗ് ചെയ്ത് കഴിയുന്നത് വരെ ഇതൊന്ന് ഫ്രിഡ്ജിലോ ഫ്രീസറിൽ നമ്മളൊരു അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ നമ്മളെ പുഡിംഗ് നമ്മൾ ബാക്കിയുള്ള ചെയ്ത് വരുന്നത് വരെ അവിടെ അതിൽ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു ബൗളെടുത്ത് 1/2 ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കണം. ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ, അതായത് 1/2 കപ്പ് കോൺഫ്ലവറും പിന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഇതും ഇത്രയും ഇട്ട് 1 കപ്പ് പാലും ഇതിലോട്ട് ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ തീ ഓണാക്കിയിട്ടില്ല. തീ ഓണാക്കാതെ വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ക്രീം കൂടി ഇതിലോട്ട് ഒഴിച്ച് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും ഞാൻ തീ ഓണാക്കിയിട്ടില്ല, അത് ശ്രദ്ധിക്കുക. ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് തീ ഓണാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ലോ ഫ്ലെയിമിലാവാൻ ശ്രദ്ധിക്കണം. കാരണം കോൺഫ്ലവറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈയെടുക്കാതെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കാൻ. പിന്നെ ഇതിൻ്റെ പുറത്ത് വെളുത്ത പാട പോലെ കാണുന്നുണ്ടാവും, അത് നമ്മൾ ക്രീം ചേർത്തതാണ്. അത് ചൂടായി കഴിയുമ്പോൾ അലിഞ്ഞ് അതിലോട്ട് യോജിച്ചോളും. പിന്നെ ഇതിലോട്ട് ഞാൻ ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയും പഞ്ചസാര തന്നെ ചേർക്കാം. പുഡിങ്ങാണ്, ചിലവർക്ക് മധുരം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നമ്മൾ 4 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. മധുരം കുറച്ച് കുറവാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര തന്നെ ചേർക്കാവുന്നതാണ്. മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ആവശ്യമുള്ളവർ മിൽക്ക് മെയ്ഡ് ചേർക്കുക, ഇല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുക. ഞാനിപ്പോൾ മധുരം കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണ് പെട്ടെന്ന് ചേർക്കുന്നത്. ഇപ്പോൾ തീ ലോ ഫ്ലെയിമിലാവാൻ ശ്രദ്ധിക്കണം. പാലൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തീ ലോ ഫ്ലെയിമിലാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ നമ്മുടെ കോൺഫ്ലവർ എല്ലാം കൂടെ കട്ട പിടിച്ച് വേവാത്ത ഒരു പച്ച സ്മെല്ല് വരും നമ്മുടെ പുഡിങ്ങിന്. അതുകൊണ്ടാണ് പറയുന്നത് തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് കൂടി ചേർക്കുന്നുണ്ട്, കോഫി പൗഡർ കൂടി. കാരണം നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. ഇതുകൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചോക്ലേറ്റ് മിക്സൊക്കെ കുറുകി വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഇപ്പോൾ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. അത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം ബട്ടർ ചേർക്കുന്നേ ഉള്ളൂ.
ഇതിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഇതിപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സായി വന്നോളൂ. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് കൈയെടുക്കാതെ തന്നെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം പെട്ടെന്ന് തന്നെ ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈയെടുക്കാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഈ സമയത്ത് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മധുരമൊക്കെ ഉണ്ടാവുന്ന ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പഞ്ചസാര എങ്ങനെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലോട്ട് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ആദ്യം. ഒരു 5 ബിസ്ക്കറ്റ് വരും. ഞാനതൊന്ന് കൈകൊണ്ട് പൊടിച്ച് വെച്ചതാണ്. ആ ബിസ്ക്കറ്റ് കൂടി ഇതിലോട്ടിട്ട് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കണം. ഇത് ഇടുന്നവർക്ക് ഇടാം, ഇടാത്തവർക്ക് വെറുതെ ചോക്ലേറ്റ് പുഡിംഗ് മാത്രം ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് കൂടി പൊടിച്ച് ചേർക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് കൈയെടുക്കാതെ ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ മിക്സൊക്കെ ഇപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ബിസ്ക്കറ്റൊക്കെ ഇതിലോട്ട് നല്ലതുപോലെ യോജിച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമ്മൾ തീ ഓഫാക്കി കൊടുക്കുക. തീ ഓഫാക്കി നമുക്കിനി ഇത് നമ്മുടെ പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചെറു ചൂടോടെ തന്നെ പുഡിംഗ് ട്രേയിലോട്ട് ഒഴിക്കുകയാണ്. ഇത് പുഡിംഗ് ട്രേയിൽ ഒഴിക്കുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇളക്കാതെ കൈയെടുക്കാൻ പാടില്ല. ഇതിപ്പോൾ കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യത്തെ ലെയർ ഒഴിച്ച് ഞാൻ സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കോഫി മിക്സ് തയ്യാറാക്കി വെച്ചിരുന്നില്ലേ, അതിലോട്ട് ഓരോ ആരോറൂട്ട് ബിസ്ക്കറ്റായി മുക്കിയെടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പുഡിങ്ങിൻ്റെ പുറത്തായിട്ട് ഓരോന്ന് വിധം നിരത്തി വെച്ച് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന ചോക്ലേറ്റ് പുഡിംഗ് കൂടി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പുഡിങ് നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ഇതിൻ്റെ പുറത്തോട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പുഡിങ് നല്ലതുപോലെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഗാർണിഷ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ ഗാർണിഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ അല്ലാതെ തന്നെ തിന്നാൻ നല്ല സ്വാദാണ്. ഞാനിപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ടതാണ്. ഞാനിപ്പോൾ ഇതിവിടെ അരിഞ്ഞ് കാണിച്ചു തരാം. ഞാൻ 1 മണിക്കൂറേ സെറ്റ് ചെയ്തിട്ടുള്ളൂ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നല്ലതുപോലെ സെറ്റായിട്ടില്ല. നിങ്ങൾക്ക് സെറ്റാക്കി 4 മണിക്കൂർ വെച്ചിട്ട് വേണം ഇതെടുക്കാൻ. ഞാൻ ഇത് ഇപ്പോൾ അരിഞ്ഞ് കാണിക്കാം. നല്ല സ്വാദാണ്. ഇത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും. ഉറപ്പായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഒരിക്കലെങ്കിലും ഇതുണ്ടാക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും ഇതൊക്കെ, എങ്കിലും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.